അറിയില്ല. എന്തായാലും നന്ദിയല്ല. ഞാനിവിടെ ഒരു പ്രസംഗത്തിനല്ല അല്ലെങ്കിൽ ഒരു പാട്ടിനുമല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും ഞാനൊരു യോഗ പാഷൻ കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ യോഗയിലൂടെ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് രണ്ടുപേരെ സഹായം വേണം. സുനിലിൻ്റെയും നാൻസിയുടെയും സഹായം വേണം. ഒന്ന് വരിക. അതാണ് ഏഞ്ചലും കിടന്നു വരിക. സുനിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഞാൻ റിട്ടയർ ചെയ്തു. സുനിലിൽ കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നാൻസി അതുപോലെ തന്നെ എൻ്റെ അരുമ ശിക്ഷയാണ്. റെഗുലറായിട്ട് വളരെ റെഗുലറായിട്ട് അപ്പോൾ നാൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വീഡിയോയിൽ കുറച്ച് കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഏഞ്ചിൽ നടുവിൽ നിൽക്കുക. അതായത് നമ്മള് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും. അതാണ് അങ്ങനെ ചുരുക്കി പറയാം. നമ്മൾ അഷ്ടാംഗ യോഗയില് ഒരു 7 ചക്രങ്ങളുണ്ട്, അല്ലെങ്കിൽ മെറിഡിയൻ പോയിന്റ്സ് ഉണ്ട്. ഈ മെറിഡിയൻ പോയിന്റ്സിനെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എനർജി കിട്ടുന്നത്. അതിൽ ഒരു പോയിന്റ് മാത്രം ഞാൻ ഏഞ്ചലിനെ കൊണ്ട് കാണിക്കുകയാണ്. അതായത് നമ്മൾ കൈകൂമ്പി പിടിച്ചിരിക്കുന്നത് ഇവിടെയാണ് അഹാനത ചക്രം എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ പറയും അവൻ്റെയൊക്കെ കൂമ്പിനൊരു ഇടിയിടിച്ചാൽ പിന്നെ അവൻ എനിക്കില്ല. അതൊരു മർമ്മസ്ഥാനമാണ്. ആ മർമ്മസ്ഥാനത്ത് 2 കൈകൾ കൂട്ടി പിടിക്കുമ്പോൾ, അതായത് പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ 5 എലിമെന്റ്സ് ഒരുമിച്ച് കൂടുന്ന ഈ ഒരു വൃത്തമാണ് ഇവിടെ. അങ്ങനെ നിൽക്കാൻ പറയുന്നത് 2 കൈ കൂട്ടി. ഇനി ഏഞ്ചല് ഒരു കാലൊന്ന് പതുക്കെ പൊക്കാം. പേടിക്കുന്ന നാൻസി സുനിൽ കണ്ടല്ലോ. എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇനി എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാൻ പോകില്ല, പക്ഷെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നേരെ നോക്കിയോ വിചാരിക്കില്ല. ഇനി സാവധാനം കണ്ണുകളൊന്ന് അടച്ചു നോക്കിയ കണ്ണുകളടച്ച് പറ്റണില്ല. എന്താ സംഭവിക്കുന്നത്? ബാലൻസ് വിട്ടു പോകുന്നു. ഇത് തന്നെയാണ് ഞാൻ തരുന്ന മെസ്സേജ്. ഇന്ന് ഇപ്പൊ 18 വയസ്സ് പൂർത്തിയായി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയായി. അപ്പൊ അവൾ വിചാരിക്കുന്നുണ്ടാവും ഇനി എല്ലാമായി, ഇനി ആരുടെയും സഹായമൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നടത്തിക്കൊള്ളാം. പക്ഷെ ഇങ്ങനെയുള്ള സമയത്ത് ഈ ബാലൻസ് തെറ്റുമ്പോൾ അവൾക്ക് കൂട്ടായി നിൽക്കുന്നത് ഈ 2 പേരുമാണ്. അവളുടെ ഏത് വിഷമസന്ധികളിലും അവളെ താങ്ങായിട്ട് നിർത്തുന്നത് ഈ 2 പേരാണ്. അതാണ് ഞാൻ തരുന്ന മെസ്സേജ്. അതെപ്പോഴും ഓർക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു മുദ്രയാണത്, ഒരു മുദ്ര. അതിന് ആദിമുദ്ര എന്ന് പറയും. ആദിമുദ്ര എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ തരാം. ആ ഇരുന്നോടത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. കൈകളിങ്ങനെ പിടിക്കുക. ഈ പെരുവിരലിന് ഇവിടെ മുട്ടിക്കുക, ചെറുവിരലിന്റെ അറ്റത്ത് മുട്ടിക്കുക. ഓക്കെ, ഇനി പതുക്കെ മടക്കുക. ഇതിനാണ് ആദിമുദ്ര എന്ന് പറയുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ മുദ്ര പിടിക്കുകയാണെങ്കിൽ, 2 കൈകൾ കൊണ്ടും ഈ മുദ്ര പിടിക്കുകയാണെങ്കിൽ ടെൻഷൻ വളരെ കുറയും. അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെ ഡൗൺ ആക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ ഈ ആദിമുദ്ര ഒന്ന് ഓർത്താൽ മതി. ആദിമുദ്ര ഇതിനെ മടക്കി പിടിക്കുക. 2 കൈകളും പറ്റുമെങ്കിൽ കണ്ണടച്ചിരിക്കുക. അപ്പൊ മറ്റുള്ള യാതൊരുവിധ ഡിസ്റ്റർബൻസ് നമുക്കുണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക, ആദിമുദ്ര. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഈ മെസ്സേജ് ഏഞ്ചല് എന്നും കൊണ്ടു നടക്കും എന്ന് വിചാരിക്കണം. പാപ്പയുടെ മമ്മയുടെയും എന്നും ഒരു സഹായം. അവരെപ്പോഴും ഇങ്ങനെ കേൾക്കും. നിങ്ങൾ എവിടെ നോക്കി കണ്ടോ? ഇതുപോലെ എല്ലാ കാലത്തും ഉണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.